ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 25 ആണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഒരു ഹെയർ പാക്കാണ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് എടുക്കേണ്ടത് പപ്പായ ഇലയാണ്. പപ്പായ ഇല നന്നായി കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിടുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ അലോവേറ ജെൽ, പിന്നെ ഇത് ചെമ്പരത്തി പൂക്കൾ, പിന്നെ പൂക്കൾ കിട്ടിയ പൂക്കളിടാം. പിന്നെ കിട്ടിയില്ലെങ്കിൽ ഇലകൾ മാത്രം എടുത്തിട്ട് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കറിവേപ്പില ചേർക്കാവുന്നതാണ്. അത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഈ മൂന്നും നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ജ്യൂസ് മാത്രം ഇവിടെ സ്കാൽപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ജസ്റ്റ് കൊഴുത്ത ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, ജ്യൂസി കൺസിസ്റ്റൻസി. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാ തലയോട്ടിയുടെ ഭാഗത്ത് ഇവിടെയൊക്കെ ചേർക്കണ പോലെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പിന്നെ ഈ സൈഡും അങ്ങനെ തന്നെ ജസ്റ്റ് സ്കാൽപ്പിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെ പിന്നെ ഇവിടെ ഗ്യാപ്പുള്ള ഒരു ഭാഗത്താണ് മെയിനായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെയൊക്കെ ഒരേ ഒരു ഭാഗം ഇങ്ങനെ എടുത്തതുകൊണ്ട് അതിൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. ഹെയർ തിന്നിങ് എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റോളം വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇതിൽ അലോവേറ ജെല്ലും പിന്നെ ചെമ്പരത്തി ഇലയും പിന്നെ പപ്പായയും മൂന്നും തണുപ്പ് ഏറാവുന്ന ഒരു സാധനമാണ്, കൂൾഡ് നേച്ചറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് സൈനസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് കഴുകി കളയേണ്ടതാണ്. ഓക്കെ, ഈ ജ്യൂസി കൺസിസ്റ്റൻസി, അതായത് താളി പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഷാംപൂ പോലെ നന്നായി തേച്ച് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് അടുത്തത് കഴിക്കാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടാറ്റോ, കിഴങ്ങെന്ന് പറയുമല്ലോ, അത് എടുത്തിട്ട് വേവിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് ചെറുതായിട്ട് ഉപ്പ് പിന്നെ പെപ്പർ ഇട്ടിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്വീറ്റ് പൊട്ടാറ്റോ കിട്ടിയില്ലെങ്കിൽ കപ്പ എടുക്കാവുന്നതാണ്. ഓക്കെ, കപ്പ വേവിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ജസ്റ്റ് ടീ ടൈമിന് കഴിച്ചാൽ മതി, 4 o'clock അങ്ങനെ ടൈമിന് കഴിച്ചാൽ മതി. ഇത്രയാണ് 25th ചെയ്യേണ്ടത്. പിന്നെ മുന്നത്തെ വീഡിയോസിന് നല്ല വ്യൂസ് വന്നിട്ടുണ്ട്, ഒരുപാട് താങ്ക്സ്. ഇങ്ങനെ തന്നെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. ഈ ചാനലിലത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. പിന്നെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്ത് ബെല്ലൈക്കണിൽ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.